നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നേരിട്ടെത്തി ഇതാ കേരളത്തിന് മഴ മുന്നറിയിപ്പ് നൽകുകയാണ്. അതായത് വരാൻ പോകുന്ന 2 ദിവസം അതിശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് എന്ന് സാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ കണ്ടതും സമാനമായ രീതി തന്നെയാണ്. തമിഴ്നാട്ടിലെ 7ഓളം ജില്ലയിൽ റെഡ് അലർട്ട് അടക്കമുള്ളവ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അണ്ണാമലയാർ മലയുടെ അടിവാരത്തിലുള്ള നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. പാറക്കഷ്ണങ്ങളും മണ്ണും വീടുകൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. 3 വീടുകൾ പൂർണ്ണമായി മണ്ണിനടിയിലാണ്. കുട്ടികളടക്കം 7 പേരെ കാണാതായെന്നാണ് നാട്ടുകാർ പറയുന്നത്. കനത്ത മഴയ്ക്ക് പിന്നാലെ വൈകിട്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. രാത്രിയായതിനാൽ തന്നെ കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തനം നടത്തിവെച്ചു. ഏറ്റവും രാവിലെ തന്നെ ഇപ്പോഴിതാ രക്ഷാപ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. തിണ്ടിവനത്തിൽ നിന്നുള്ള NDRF സംഘം രക്ഷാപ്രവർത്തനത്തിനായി തിരുവണ്ണാമലയിലേക്ക് തിരിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. സൈന്യവും ഇറങ്ങുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ജില്ലയിൽ റെക്കോർഡ് മഴയാണ് പെയ്തത്. കടലൂർ, വിഴുപ്പുറം, കണ്ണുകുറിച്ചി എന്നിവിടങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. വിഴുപ്പുറത്ത് പെട്രോളിൽ വെള്ളം കലർന്നെന്ന പരാതിയെ തുടർന്ന് അടച്ചിട്ട പമ്പുകളിൽ ഇന്ന് പരിശോധന നടത്തും. പുതുച്ചേരിയിൽ വൈദ്യുതി ബന്ധം പലയിടത്തും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. സൈന്യം രക്ഷാദൌത്യം ഇന്നും തുടരും. ഫിൻജാൻ ചുഴലിക്കാറ്റിൽ 9 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് കനത്ത മഴ പെയ്തേക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ജനങ്ങൾക്ക് നിർദ്ദേശവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് രംഗത്ത്. ഫേസ്ബുക്ക് കുറിപ്പുമായാണ് അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകിയത്. മലവെള്ളപ്പാച്ചിലിൽ സാധ്യതയുള്ള പ്രദേശങ്ങളുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് പകൽ സമയത്ത് തന്നെ മാറി താമസിക്കണമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും ക്യാമ്പുകളിലേക്ക് മാറണമെന്ന വിലയിരുത്തലുമുണ്ട്. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാനുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. റെഡ്, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കും. തങ്ങളുടെ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിനായി കണ്ടെത്തിയ കെട്ടിടം സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ തദ്ദേശ സ്ഥാപനങ്ങളെ അധികാരികളിൽ നിന്ന് മുൻകൂറായി അറിഞ്ഞു വെക്കേണ്ടതുണ്ട് എന്നും ഇപ്പോൾ പറയുകയാണ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തന്നെയാണ്. കേരളത്തിലെ എല്ലായിടത്തും കനത്ത മഴ പെയ്യുകയാണ്. 4 ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ മുതൽ അതിശക്തമായ മഴ പെയ്യുന്ന വടക്കൻ കേരളത്തിലെ ജില്ലയിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ അതിതീവ്ര ജാഗ്രത വേണമെന്ന് നിർദ്ദേശമുണ്ട്. അതിശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ 5 ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ഏറ്റവും ഒടുവിലായി കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമായതോടുകൂടി ഇന്ന് പുലർച്ചെയാണ് കണ്ണൂരിൽ അവധി പ്രഖ്യാപിച്ചത്. വയനാട്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇന്ന് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംഗനവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ ക്ലാസുകൾ, മദ്രസകൾ, കിൻഡർ ഗാർഡനുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. വയനാട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധിയില്ല. അതുപോലെ തന്നെ കോട്ടയത്തും കണ്ണൂരും മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. ഇടുക്കിയിൽ പൂർണ്ണമായും ഈ റെസിഡൻഷ്യൽ ആയി പ്രവർത്തിച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പരീക്ഷകൾക്കും അവധി ബാധകമല്ല. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തെ തുടർന്ന് ഈ ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം വരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് വലിയ അളവിൽ മഴ ലഭിച്ചേക്കും. മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട്. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായേക്കാം. മലയോര മേഖലകളിൽ കർശനമായ ജാഗ്രത നിർദ്ദേശമുണ്ട്. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും മഴക്കെട്ട് രൂപപ്പെട്ടേക്കാം. മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശത്തുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. ശബരിമലയിൽ ശനിയാഴ്ച വൈകിട്ട് തുടങ്ങിയ മഴയ്ക്കും നേരിയ ശമനമുണ്ട്. പമ്പയിൽ ഇറങ്ങുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായത്തിനായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ഈരാറ്റുപേട്ട, വാഗമൺ റോഡിൽ രാത്രി യാത്ര നിരോധിച്ചു. കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വാഗമൺ, ഇല്ലിക്കൽ കല്ല്, അതുപോലെ തന്നെ മാർമല അരുവി, ഇലവീഴ പൂഞ്ചിറ എന്നിവിടങ്ങളിലൊക്കെ തന്നെ പ്രവേശനം മറ്റന്നാൾ വരെ നിരോധിച്ചു. എറണാകുളം ജില്ലയിൽ മറ്റന്നാൾ വരെ ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനമുണ്ട്. വനത്തിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ തന്നെ പമ്പയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. പത്തനംതിട്ട ഭരണകൂടമാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. മഴ ശക്തമായി തുടർന്നാൽ കാനനപാത വഴി തീർത്ഥാടകരെ കടത്തിവിടില്ല. ഇന്നും നാളെയുമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വിളിച്ചേർത്ത കളക്ടർമാരുടെ യോഗം മഴ കാരണം മാറ്റിവെച്ചു.